ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ കോപ്രായൊക്കെ കാണിച്ച് കാറിൽ എങ്ങോട്ടാണെന്നല്ലേ? പാപ്പയും മമ്മിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉറങ്ങുന്നത് മൈൻഡ് ചെയ്യണ്ട, കുറച്ച് കഴിയുമ്പോൾ ആക്റ്റീവ് ആയിക്കോളും. അപ്പോൾ അവർ വന്നത് പ്രമാണിച്ച് നമ്മൾ പേർത്തിൽ നിന്ന് ഒരു 3 hours മാറിയിട്ട് ക്യാരി വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. സോ ഓൺ ദ വേ ഓഫ് കോഴ്സ് കുറേ കുഞ്ഞു കുഞ്ഞ് ഈ പറയുന്ന പോലെ ഒരു വില്ലേജ് ടൈപ്പുള്ള ടൗൺസൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ നമ്മുടെ ലോക്കൽ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. ഞാൻ ഈ ഒരു മീറ്റ് പൈ ആണ് കഴിച്ചത്. ഇവിടെ ഓസ്ട്രേലിയയിൽ മീറ്റ് പൈ സോസേജ് റോളൊക്കെ ഭയങ്കര ഫേമസ്. ആൻഡ് അത് ഇതുപോലെ കുട്ടി ബേക്കറീസിലാണ് ഏറ്റവും അടിപൊളിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരി വാലി എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു വാട്ടർഫോൾ ഏരിയ ആൻഡ് ഒരു വോബ്ലി ബ്രിഡ്ജ് ഏരിയ ഉണ്ട്. അങ്ങോട്ടേക്കുള്ള നടപ്പ് കുറച്ച് സ്റ്റീപ്പൊക്കെ ആണെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഭയങ്കര ഒരു നേച്ചറിന് ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ ഒക്കെയാണ്. സോ ഈ ഒരു വാട്ടർഫോൾ ഡിപ്പെൻഡിങ് ഓൺ ദ വെതർ, നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ ഭയങ്കര നല്ല വെള്ളം ഒഴുക്കായിരിക്കും. ഇന്ന് അത്ര അധികം വെള്ളം ഒഴുക്കില്ലായിരുന്നു, എന്നാലും ആ ഒരു ഫോറസ്റ്റിനകത്തൂടെ ഒക്കെ ഉള്ള നടപ്പ് ഇറ്റ്സ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വോബ്ലി ബ്രിഡ്ജ് നമ്മൾ ഒന്ന് കടക്കണം. ആൻഡ് ദിസ് ഇസ് ക്വൈറ്റ് വോബ്ലി. നമ്മൾക്കിങ്ങനെ ഈ ഒരു നൂൽപ്പാലം എന്നൊക്കെ പറയില്ലേ, അതുപോലെ വീഴത്തൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്റ്റഡിയൊക്കെയാണ്. എന്നാലും നമുക്ക് നടക്കുമ്പം നല്ല പേടി വരും കേട്ടോ. ഞാനോർത്ത് പിള്ളേരായിരിക്കും ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്, പക്ഷേ പിള്ളേർ നല്ല പുഷ്പം പോലെ നടന്നു പോയി. എസ്പെഷ്യലി മോള് പേടിക്കുമെന്ന് ഞാൻ ഓർത്തു, പക്ഷേ ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മമ്മി അവിടെ കുറച്ച് സ്റ്റക്കായി. പിന്നെ ലജു അവിടെ ബാക്കിൽ നിന്ന് നല്ല പോലെ ഷേക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മമ്മിക്ക് നല്ല പേടിയായിട്ട് ലജുവിനെ കുറേ തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അവസാനം റെസ്ക്യൂ സ്ക്വാഡിനായിട്ട് ആദ്യം റയൻ പോയി. അവൻ അവിടെ ഫുൾ മോട്ടിവേഷനായിരുന്നു, അമ്മ കം ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ പോയി, പിന്നെ ചെറിയ ആൾ എൽസൻ പോയി. അയ്യോ, ഏറ്റവും അവസാനം ആ ആൾക്കാർ മൊത്തം ഈ ബ്രിഡ്ജിലുണ്ടായിരുന്നു മമ്മീനെ റെസ്ക്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ തിരിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. ബ്രിഡ്ജ് കടന്നാൽ മാത്രം പോരാ, പക്ഷേ കുറേയേറെ സ്റ്റെപ്പ് കയറി തിരിച്ച് കാറിലോട്ടും പോകണമായിരുന്നു. അവസാനം നമ്മളെല്ലാവരും ഒരു വഴിയായി. എനിവേസ് അതിന് കഴിഞ്ഞു. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റിസോർട്ടിലെത്തി. ക്യാരി വാലി റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് RACയുടെ ഒരു റിവർ സൈഡായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കോട്ടേജസ് ആണ്. ആൻഡ് ഇവിടെയാണ് ഞങ്ങളുടെ എപ്പോഴും ഞങ്ങളൊരു ഗെറ്റ് വേ എന്ന് പറഞ്ഞ് വരുന്നൊരു സ്ഥലം. ബിക്കോസ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ മുമ്പിലുള്ള ഈ ഒരു റിവറും ആൻഡ് ആ ഒരു ട്രീസും ആൻഡ് ബേർഡ്സ്, ഡക്സ്, അങ്ങനെ ഭയങ്കര ക്ലോസ് ടു നേച്ചറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇറ്റ് ഈസ് സോ പീസ്ഫുൾ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ചില സ്ഥലങ്ങളുണ്ടല്ലോ നമ്മൾ എത്ര വന്നാലും മടുക്കില്ല. അത് സ്ഥലം കാണാനോ അവിടുത്തെ എന്തെങ്കിലും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ചെയ്യാനോ ഒന്നുമല്ല, ജസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട്. അത് എന്താണെന്നറിയില്ല, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു ഡോപ്പമിൻ വളരെ ഡിഫറെൻ്റാണ്. കാരണം വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടും ചെയ്യുന്നത്. എന്നാൽ പോലും ഒരു ചേഞ്ച് ഓഫ് അറ്റ്മോസ്ഫിയർ, ഒരു ചേഞ്ച് ഓഫ് സീനറി ഒക്കെ വരുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരുടെ കയ്യിൽ കുറച്ച് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പാരറ്റ്സിനൊക്കെ കൊടുത്തു, ഡക്സിന് കൊടുത്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടം പോലെ പാരറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അവസാനം അവർ തമ്മിൽ അടിയും തല്ലും ഒക്കെയായി. ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് ആണല്ലോ പിള്ളേർ പിന്നെ ഓർത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മോൻ്റെ ഒരു ദിവസത്തെ ക്ലാസ്സും കൂടെ കളഞ്ഞിട്ടാട്ടോ നമ്മൾ വന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, ക്ലാസ് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവർ ക്ലാസ്സിൽ പഠിച്ചതിനെക്കാട്ടി അവർ ഓർത്തിരിക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഓരോ മൂമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മൂമെൻറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ ഒരിക്കലും വെറുതെ വിടരുത്. മമ്മിയുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഇതിനെ കൈവച്ചൊക്കെയാണ് കൊടുത്തത്. എനിക്ക് അങ്ങനെ കൈവച്ച് കൊടുക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലായിരുന്നു അന്ന്. ഇത് വൈൽഡാണല്ലോ, അപ്പോൾ പിന്നെ ഇത് കൊത്തുമോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ മമ്മി നല്ല ഇതായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് അവിടെ യൂസ്ഡ് ആണ് ഹ്യൂമൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ. അപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എനിക്ക് ഹോളിഡേയ്സിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡയലമ ഇതാണ്, റൂമിലിരുന്ന് റെസ്റ്റ് ചെയ്യണോ അതോ പുറത്ത് പോയി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണോ. ഇത് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ എവർ ഫൈനലൈസ് ഓൺ ആൻ ആൻസർ. ബിക്കോസ് റെസ്റ്റും വേണം, കാരണം നമുക്ക് ഒരു റീസെറ്റിനും കൂടി ആണല്ലോ. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഒരു ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാനും തോന്നും.
അപ്പോൾ എനിവേ കുറച്ച് കഴിഞ്ഞ് കുറേ നേരം റൂമിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇനി പുറത്തൊന്ന് ഇറങ്ങി ഇവിടെയും കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് അവിടെ തന്നെ ആ ഒരു ലേക്കിൽ കുളിക്കാൻ വന്നു. ഇവിടെ ഓസീസൊക്കെ അവർ ഭയങ്കര ഔട്ട്ഡോർ പീപ്പിളാണ്. അവിടെ ആൾക്കാർ വീട്ടിലൊന്നും ഇരിക്കത്തേ ഇല്ല. ഫുൾ ടൈം ഇതുപോലെ ലേക്കിലും വെള്ളത്തിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് നമ്മളും കൂടെ കൂടി ആൻഡ് അവിടെ വെള്ളം കഴിഞ്ഞിട്ട് പിള്ളേർ ഇവിടെ പാർക്കിൽ കുറച്ച് നേരം അവരും കൂടെ കളിച്ചു. ആൻഡ് അങ്ങനെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ആൻഡ് വൈകിട്ട് പിള്ളേരെയൊക്കെ ഉറക്കി ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് ചില്ല് ചെയ്തു. ആൻഡ് പിന്നെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ തന്നെ വന്നു. അവിടുത്തെ ഒരു ഹോട്ടലിൽ തന്നെ അതിൻ്റെ റിസോർട്ടിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അലാകാർട്ടാണ്, അല്ലാതെ ബുഫേ കാര്യങ്ങളൊന്നും അല്ല. പപ്പയുടെ ഈ ഒരു ബിഗ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ്. ലിജു എന്താ പറഞ്ഞത്? ഒരു ചിക്കൻ, ഒരു ബർഗർ, എൻ്റേത് ഒരു എഗ്സ് ആൻഡ് ടോസ്റ്റ് ആൻഡ് മഷ്റൂംസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിവസം ചെക്ക് ഔട്ടിനുള്ള ടൈമായി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.